ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റുമായിട്ടാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ മലയാളത്തിൽ ആരും ഈ ലഡു ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതുവരെയും കണ്ടില്ല കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ലഡു നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മഖാന വെച്ചിട്ടാണ്. മഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോട്ടസ് സീഡ്സ്, അതായത് താമരയുടെ അരിയാണ്. ഇതിന് ഫോക്സ് നട്ട്സ് എന്നും പറയാറുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷ്യസിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ. ന്യൂട്രീഷ്യസ് ഒരുപാടുള്ള ഒരു സംഭവമാണ് ഈ മഖാന. മഖാന എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പൊട്ടാസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ B6, അയൺ, പ്രോട്ടീൻ, ഫൊളേറ്റ്, കാൽസ്യം, omega-3 ഫാറ്റി ആസിഡ്സ്, omega-6 ഫാറ്റി ആസിഡ്, അങ്ങനെ ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് മഖാന. ഇതതുകൊണ്ട് തന്നെ നമ്മളുടെ 6 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ മുതൽ അവിടെ മുതിർന്ന ആൾക്കാർ വരെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഫുഡ് ഐറ്റമാണ്. 6 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് വറുത്തിട്ട് പൊടിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ മഖാന വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം, അതേപോലെ തന്നെ കറി ഉണ്ടാക്കാം, സ്വീറ്റ് ഉണ്ടാക്കാം, സ്നാക്സ് ഉണ്ടാക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇത് വെച്ചിട്ട്. അല്ലാതെ ഇത് വെറുതെ വറുത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും അത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് മഖാന. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ തന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മഖാന. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. 100 ഗ്രാമിൻ്റെ പാക്കറ്റിന് 139 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റുള്ളൊരു സംഭവം തന്നെയാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പം സൂപ്പർ മാർക്കറ്റിൽ പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആമസോണിലും അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സൗത്തിൽ ഉള്ളവരെക്കാട്ടിയും കൂടുതലായിട്ടും നോർത്തിലുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നട്ട്സ് ബദാം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാഷ്നട്ട്, പിസ്താഷ്യ, ഇത് 3ആണ് എടുത്തിരിക്കുന്നത്. നട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കലർത്തി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ്. ഇതിട്ട് ചെറിയൊരു ബ്രൗൺ നിറം ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടി ഉണ്ടല്ലോ, അതായത് ഗ്രൗണ്ട് നട്ട്, അത് യൂസ് ചെയ്താലും മതി. ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതാ പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം നെയ്യിൽ തന്നെ മഖാന ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 3 കപ്പ് മഖാനയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇതൊരുമാതിരി ഒന്ന് പതുങ്ങിയൊന്നും പൊട്ടിയൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ ഇത് രണ്ടാക്കി ഇങ്ങനെ പൊട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വറുത്തെടുക്കണം. മഖാന വറുക്കണതിന് മുന്നേ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് ഇങ്ങനെ അങ്ങോട്ട് അമർത്തി നോക്കുമ്പോഴൊന്നും അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വറുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പൊട്ടിക്കാൻ നോക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം. ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പം എന്താ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇതാ കണ്ടോ, ഒടിക്കുമ്പം ഇങ്ങനെ ഒടിഞ്ഞ് വരുന്നതാണ് നമുക്ക് കറക്റ്റായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത് കേട്ടോ. അങ്ങനെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നെയ്യൊന്നും ഒഴിക്കുന്നൊന്നുമില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മഖാനയും നട്ട്സും എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതിയോളം മഖാന ഇട്ട് കൊടുക്കുകയാണ്. പകുതിയിൽ കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ചതായി ഇതേപോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മഖാന ഇതാ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് നട്ട്സും പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം നട്ട്സ് പൊടിച്ചത് എന്താ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മഖാന പൊടിച്ചത് ഇട്ട് വെച്ചിരുന്ന പ്ലേറ്റില്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഖാനയും നട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് പൗഡർ ആവേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനെ എല്ലാം കൂടി അങ്ങ് പൗഡറാക്കി ചെയ്യുമ്പോൾ ലഡുവിന് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഒന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതിവിടെ സൈഡിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ശർക്കര ഞാനൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അലിയിച്ചെടുക്കണം. പിന്നെ പഞ്ചസാര വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ മഖാന ഇത്രയും ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പഞ്ചസാര വേണ്ട, ശർക്കര വെച്ചിട്ട് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ശർക്കര എല്ലാം മെൽറ്റായി, ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ആദ്യം മഖാനയൊക്കെ വറുത്തെടുത്തൊരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇനി ഇതങ്ങ് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിൽ ഇത് ചെയ്തത്. അപ്പം ഈ ശർക്കര ഇനി നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചിങ്ങനെ എടുക്കണം. ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്, ഏലക്ക നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ശർക്കര കറക്റ്റായിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വഴറ്റി വെച്ചിരുന്ന കിസ്മിസും കൂടി അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് കോക്കനട്ട് ചിരകിയത് 1/2 കപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളമയം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ലഡുവിൻ്റെ ഒരു അളവിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ച് മാറിയിട്ടുണ്ട്. ഞാൻ ഒരു ലഡുവിൻ്റെ ഒരു അളവിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഉരുട്ടുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർക്കുകയോ ചെയ്താൽ മതി. കണ്ട ഇതേപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരളവിൽ എനിക്ക് 17 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ 3 കപ്പ് മക്കാനയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിലായിരുന്നല്ലോ. അപ്പം ഇനി 1 കപ്പ് മക്കാനയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഈ 1 കപ്പ് മക്കാന വെച്ചിട്ട് ഞാനത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ബ്ലാക്ക് സാൾട്ട്, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. എന്നിട്ട് ചാറ്റ് മസാല 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ആ മസാലയുടെ മണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലായിരുന്നു മക്കാന. അപ്പോൾ അതേപോലെ തന്നെ സെയിം രീതിയിൽ ഞാൻ 1 കപ്പ് മക്കാന വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ള കളറായിട്ടിരിക്കുന്ന എല്ലാം നന്നായിട്ട് നല്ല മഞ്ഞ കളറിൽ വരണം കേട്ടോ. അപ്പോൾ മസാലയെല്ലാം മൊത്തത്തിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ പോപ്കോൺ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെയുള്ള ഒരു ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സ്നാക്സ് ആയിട്ട് വൈകിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നാക്കും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ലഡുവിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അല്ല, കറക്റ്റ് മധുരമാണ്, എല്ലാം കറക്റ്റാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ദിവാലി വരുന്നുണ്ട്. അപ്പോൾ ദിവാലിക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്വീറ്റാണിത്, ഹെൽത്തിയുമാണ്. പിന്നെ ഇതൊരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ വെളിയിൽ വെച്ചിരുന്നാൽ കേടൊന്നും ആവില്ല. ഇനി നമുക്ക് ഈ സ്നാക്സിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. കറക്റ്റ് ഉപ്പ്, നല്ല കറുമുറയായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്കാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്ടമാകും. കാരണം ഈ പോപ്കോൺ പോലെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നല്ല അടിപൊളിയാണ് ഇത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. രണ്ടും അടിപൊളിയാണ്, രണ്ടും ഹെൽത്തിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.